കുറച്ച് മുന്നേ അഭിഷേകും അതുപോലെ തന്നെ ഋഷിയും തമ്മിൽ ചെറിയൊരു ചർച്ച നടന്നു. ചർച്ച വേറൊന്നുമല്ലായിരുന്നു, മണി ബോക്സിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആരെടുക്കണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെയായിരുന്നു ചർച്ച ചെയ്തത്. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറന്നുകൊണ്ട് നമുക്ക് അതിന് വീഡിയോ പോവാം. അപ്പൊ രാവിലെ എനിക്കൊരു മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് സായിമ പറയുന്നത് സായി 5 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി ഇല്ലേ, അവൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സായിയെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് വളരെ ഗംഭീരമാവുന്ന ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് ആണെങ്കിൽ എനിക്ക് 15 ലക്ഷം രൂപ വരെ വെക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് എടുത്തിട്ട് പോയി. അപ്പൊ ഇവരുടെ റേറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം ഈ ഒരു ബോക്സ് വെച്ചിട്ട് കുറെ റേറ്റിംഗ് ഒക്കെ ഉണ്ടാക്കായിരുന്നു, ഇങ്ങനെ കുറെ പ്രോമോസ് ഒക്കെ ഉണ്ടാക്കായിരുന്നു. അപ്പൊ അതൊന്നും പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടിയെടുത്തിട്ട് പോയത് കൊണ്ട് തന്നെ പിന്നെന്താണ്, അതുപോലെ തന്നെ എന്താ എല്ലാവരും അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം ചർച്ച ഒരു പെട്ടി വെച്ച് ആ നിമിഷം തൊട്ട് എല്ലാവരും പെട്ടിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അഭിഷേക് പറയുന്നുണ്ട്, ഇനിയും ഒരു പെട്ടി വെക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ ഇനി വെക്കുന്നത് ചിലപ്പം 7 ലക്ഷമോ 8 ലക്ഷം ഒക്കെ ആയിരിക്കും. കാരണം ഓൾറെഡി 5 ലക്ഷം അവൻ എടുത്തല്ലോ. ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ട്, ഇത്ര എമൗണ്ട് വെക്കണം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇനി 7 8 ഒക്കെ വെക്കാനേ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഋഷി പറയുന്നുണ്ട്, അത് ഈ ഒരു സമയം ഭയങ്കര ആലോചിച്ചെടുക്കേണ്ട സമയമാണ്. നമ്മൾ ബുദ്ധിയൊക്കെ നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട ഒരു സമയമാണ്. ഋഷിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെടുക്കണമെന്നുണ്ട് എടുക്കണ്ടെന്നുണ്ട്, രണ്ടും മനസ്സാണ്. പക്ഷെ അഭിഷേകാണെങ്കിൽ ഋഷിനെ നല്ല രീതിയിൽ അങ്ങ് പുഷ് ചെയ്യുന്നുണ്ട് പെട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് അഭിഷേകിന്റെ ഒരു ഗെയിം തന്നെയാണ് അത്. കാരണം അഭിഷേകിന് ഇപ്പൊ ഋഷി പെട്ടെടുത്ത് പോയി കഴിഞ്ഞാൽ അഭിഷേകിന് എന്തല്ല ഋഷിയുടെ വോട്ട് കിട്ടുന്ന അഭിഷേകിനെ അറിയാം. അപ്പൊ ആ ഒരു പ്ലേ ആണ് അവിടെ അഭിഷേക് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഋഷിനെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് പെട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഋഷിക്ക് ഒരു രണ്ട് മനസ്സാണ്, എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ് ഋഷി നിൽക്കുന്നത്. അതുപോലെ തന്നെ അർജുന്റെ കാര്യം പറയുന്നുണ്ട്. അർജുൻ പറഞ്ഞായിരുന്നു, അർജുന് കുറെ കടങ്ങളൊക്കെ ഉണ്ട്, അതായത് ലോണൊക്കെ കുറെ ഉണ്ട്. അതുകൊണ്ട് സിബിൽ സ്കോർ ഒക്കെ അങ്ങ് എവിടെയോ ആണ് കിടക്കണേ. അപ്പൊ ആ അർജുൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇനി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ചിലപ്പോ അർജുൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെ പെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 100 ആൾക്കാരുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരായാലും എന്തായാലും എടുക്കും. പിന്നെ കഴിഞ്ഞ വർഷം നാദിര അത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ട് പോയിട്ട് ഭയങ്കര പ്രേക്ഷകരുടെ ഇടയിൽ നല്ലൊരു ഇതാണ് നാദിരക്ക് കിട്ടിയത് അല്ലേ, നല്ലൊരു സ്വീകരണം തന്നെയാണ് നാദിരക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പൊ പെട്ടെടുക്കുന്നതിനുള്ള ഭയമില്ല, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നോർത്ത് കഴിഞ്ഞ സീസണിലൊക്കെ പോലെ ആരും എടുക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പെട്ടി വെച്ചാൽ എടുക്കുന്ന കാര്യം ഉറപ്പാണ്. ആരെടുക്കുന്നുള്ളതാണ് സംശയം. ചിലപ്പോൾ ഇനി അഭിഷേക് തന്നെ എടുക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും പെട്ടി വെക്കും. പെട്ടിയുടെ ഇതുവരെ പ്രോമോ ഇതുവരെ വന്നിട്ടില്ല. കാരണം ആ സ്റ്റാൻഡ് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ പെട്ടി എത്ര രൂപയായിരിക്കും, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വെക്കാൻ ചാൻസ് ഉണ്ട്. അല്ല 5 ലക്ഷം എടുത്തുകൊണ്ട് ഇപ്പൊ ഈ 3 ലക്ഷം വെച്ചിട്ട് ചിലപ്പോ നാളെ അത് വേറെ കൂടുതലാക്കിയിട്ട് 7 ലക്ഷം 10 ലക്ഷം ഒക്കെ വെക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ അവിടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചർച്ചകളൊക്കെ നടക്കട്ടെ, പെട്ടി വരട്ടെ, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.